കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നിന്ന് നിരവധിയായിട്ടുള്ള സ്വർണങ്ങൾ അന്താരാഷ്ട്ര മാർക്കറ്റുകളിലേക്ക് കയറ്റുമതി ചെയ്യപ്പെടുന്നു, വിൽപ്പന ചെയ്യപ്പെടുന്നു, കൊള്ളയടിക്കപ്പെടുന്നു. ഈ ആശങ്കയിൽ തന്നെയാണ് കേരള ജനത എന്ന് പറയുന്നത്, ഈശ്വര വിശ്വാസികൾ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ടിട്ട് നടക്കുന്ന സംഭവങ്ങളൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് വഴി തുറക്കപ്പെടുകയാണോ എന്ന് ഇപ്പൊ ആശങ്കാജനകമായിട്ട് കേരളം ചർച്ച ചെയ്യുകയാണ്. ഡി മണിയൊക്കെ അങ്ങനെയാണ് കടന്നു വരുന്നത്. എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? കഴിഞ്ഞ കുറേ ദിവസമായി കേരളത്തിലെ മാധ്യമങ്ങളിൽ മുഴങ്ങിക്കേൾക്കുന്ന ഒരു മണിനാദമാണ് ഈ ഡി മണി. ആദ്യം ചിലരൊക്കെ അയാളുടെ പേര് ദാവൂദ് മണി എന്നാണെന്ന് പറഞ്ഞു. അത് എന്തോ ഈ വിവാദം ഉണ്ടാക്കാൻ മനഃപൂർവ്വം പറഞ്ഞതാണോ അതോ അറിയാതെ അവർ കേട്ട കാര്യം അവർ അതുപോലെ പറഞ്ഞതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അത് ദാവൂദ് മണി എന്നാണ് ആദ്യം പറയുന്നത്. പിന്നീട് ആ പേര് ഇപ്പോൾ കേൾക്കുന്നത് ഡയമണ്ട് മണി എന്നാണ്. അപ്പൊ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കേൾക്കുന്ന ഈ മണിയിൽ നിന്ന് മണിയുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ ക്രൈംബ്രാഞ്ച് പോവാണ്. സ്റ്റേറ്റ്മെന്റ് ക്രൈംബ്രാഞ്ചിന് കൊടുക്കാൻ മണി തയ്യാറാണെന്നുള്ളതാണ്. പക്ഷേ അതൊക്കെ ഒരുപാട് ദുരൂഹതകൾ അവിടെയും ബാക്കിയുണ്ട്. കാരണം ആരാണ് ഈ മണി? അത് പിന്നെ ഈ ഇപ്പോഴത്തെ ഈ മുഴങ്ങിക്കേൾക്കുന്ന എന്താണ് ഈ ഇംഗ്ലീഷിൽ പറയും ഫോർ ഹൂം ദ ബെൽ ടോൾസ്, മണി മുഴങ്ങുന്നത് ആർക്ക് വേണ്ടി എന്നുള്ള ഒരു, അതായത് ആരാണ് പ്രതിയാക്കപ്പെടാൻ പോകുന്നതെന്നുള്ളത് അതവിടെ നിൽക്കട്ടെ. മണിയുടെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഈ മണി എന്ന വ്യക്തി കേരളത്തിലെ എങ്ങനെയാണ് കേരളവുമായിട്ട് ബന്ധപ്പെടുന്നത്? വളരെ ലളിതമാണ്. ഈ കേരളത്തിലെ ക്ഷേത്ര പുനരുദ്ധാരണം, ക്ഷേത്ര അല്ലെങ്കിൽ ബിംബ നവീകരണം, വിഗ്രഹ പ്രതിഷ്ഠാ നവീകരണം, ഇങ്ങനെ പറഞ്ഞ് ഒരു 10-12 കൊല്ലത്തിൽ ആവുമ്പോൾ കേരളത്തിലെ മിക്ക ക്ഷേത്രങ്ങളിലും ക്ഷേത്രത്തിന്റെ ചൈതന്യം നഷ്ടപ്പെടുന്നു എന്നൊക്കെ പൂജാരികൾ പറയും. ഉടനെ തന്നെ അവിടെ ഒരു ദേവപ്രശ്നം നടക്കും. ദേവപ്രശ്നം എന്ന് വെച്ചാൽ ഒരു ജ്യോതിഷ പ്രശ്നമാണ്. ക്ഷേത്ര കാര്യങ്ങൾക്കായിട്ട് നടത്തുന്ന പ്രശ്നമാണ് ഈ ദേവപ്രശ്നം. അപ്പൊ ഈ ദേവപ്രശ്നത്തിന് പണ്ഡിതന്മാരായ ജ്യോതിഷന്മാർ വരുന്നു, അവരോട് തർക്കിക്കാൻ വേറെ ലോക്കൽ ജ്യോതിഷർ വരുന്നു. ഇതൊക്കെ ഒരു നാടകമാണെന്ന് പറയുന്നവരും ഉണ്ട്. കാരണം ഈ വരാൻ പോകുന്ന ജ്യോതിഷനോട് നേരത്തെ തന്നെ കാര്യങ്ങൾ ഇന്ന ഒക്കെ പറയണമെന്ന് ഇവിടുത്തെ ചില പ്രമാണിമാർ പറയും. ആ ജ്യോതിഷൻ അത് പറയുമ്പോൾ വേറെ കുറെ പ്രമാണിമാർ അതിനെ എതിർക്കുകയും പിന്നെ അവരങ്ങോട്ടും ഇങ്ങോട്ടും ചില വീതം വെപ്പ് ഒക്കെ നടത്തിയിട്ട് കാര്യം അങ്ങ് റെഡിയാക്കും. ഇതിനിടയ്ക്കാണ് ഈ ക്ഷേത്രത്തിലെ പൗരാണിക വസ്തുക്കൾ മുഴുവൻ അടിച്ചു മാറ്റപ്പെടുന്നത്. അപ്പൊ ഈ പുനരുദ്ധാരണം ഉണ്ടായാലല്ലേ പഴയ സാധനം നീക്കം ചെയ്തിട്ട് പുതിയ സാധനം വെക്കാൻ പറ്റുള്ളൂ. ക്ഷേത്രങ്ങളുടെ ഏറ്റവും വലിയ കേരളത്തിലെ വലിയ പ്രതിസന്ധി ക്ഷേത്രങ്ങളുടെ സ്വത്തുക്കളെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. അത് രേഖപ്പെടുത്താതിരിക്കുന്നത് ഈ അമ്പലം വിഴുങ്ങുകൾക്ക് ഒരു പങ്കുണ്ട്, കേരളത്തിലെ മതേതര ഭരണകൂടങ്ങൾക്ക് ഒരു പങ്കുണ്ട്. ഈ രണ്ടും നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. കാരണം മതേതര ഭരണകൂടങ്ങൾ എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളിൽ നിന്നും ക്ഷേത്ര സ്വത്തുക്കൾ കൊള്ളയടിച്ചാൽ തെറ്റില്ല, അത് പൊതു നന്മയ്ക്കാണെന്ന് പറഞ്ഞിട്ട് സ്വന്തം വീട്ടിലോട്ട് നേതാക്കന്മാർക്ക് കൊണ്ടുപോകാൻ ഒരു ന്യായം അവർ കണ്ടെത്തും. അല്ലെ സ്വന്തം പാർട്ടിക്ക് വേണ്ടി, പാർട്ടിയല്ല നേതാവിന്റെ വീട്ടിലോട്ടായിരിക്കും പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു ന്യായം കണ്ടെത്താൻ ഈ മതേതര മുഖംമൂടി നല്ലതാണ്. അതൊരു ഭാഗം. മറുഭാഗത്ത് ക്ഷേത്രത്തിന്റെ ഭരണവും അധികാരവും കൈയാളുന്ന ഒരു വർഗമുണ്ട്. അവരാണ് ഈ അമ്പലം വിഴുങ്ങിയത്. അവരങ്ങ് വിട്ടുവിട്ടു. അപ്പോൾ ഈ രണ്ടു കൂട്ടരൂടെ ചേർന്ന് ഈ മതേതരരും അമ്പലം വിഴുങ്ങലൂടെ ചേർന്ന് കഴിഞ്ഞാൽ ക്ഷേത്രം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒന്നും അറിയാൻ പറ്റത്തില്ല. ഇത് ഇന്നോ ഇന്നലെ ഞാൻ ഈ പിണറായി സർക്കാരിനെ മാത്രമല്ല കുറ്റപ്പെടുത്തുന്നത്. ഏതാണ്ട് 2002 ഞാനിപ്പോഴും ഓർക്കാറുണ്ട്, ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം വളരെ പൗരാണികമായ ക്ഷേത്രമാണ്, വലിയ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ കമ്പവിളക്ക് എന്നൊരു വിളക്ക് ആ ക്ഷേത്രത്തിലെ മുന്നിലുള്ള വിളക്കാണ്. അപ്പൊ അത് പുനരുദ്ധരിക്കുന്നു. അപ്പൊ അതിൽ നിന്ന് ചില സാധനങ്ങൾ ഇളക്കിയെടുക്കുന്നു, അങ്ങനെ അതൊക്കെ കടത്തുന്നു. ഇത് സംബന്ധിച്ചൊരു വിവാദം ഉണ്ടായി. ഞാൻ കൃത്യമായിട്ട് അത് ഓർക്കുന്നില്ല. എന്തായാലും ഈ ഇത്തരം വിളക്കുകളിൽ വിഗ്രഹങ്ങളും കാണും. പ്രത്യേകിച്ച് ഈ അഷ്ടദിക് പാലകന്മാര് എന്നൊരു സങ്കല്പമുണ്ട്. ആ അഷ്ടദിക് പാലകന്മാരെ 8 ദിക്കുകളെ സംരക്ഷിക്കുന്ന അഷ്ടവസ്തുക്കൾ എന്നൊക്കെ പറയുന്ന അവരാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. എൻ്റെ പാണ്ഡിത്യക്കുറവ് ദയവായിട്ട് ശ്രോതാക്കൾ ക്ഷമിക്കുക. ഇപ്പൊ ശബരിമലയിലും ഈ വിഗ്രഹം മോഷണം പോയി എന്ന് പറയുന്നത് ശബരിമല ക്ഷേത്രത്തിലെ ശ്രീ അയ്യപ്പ ഭഗവാന്റെ വിഗ്രഹമല്ല. മോഷണം പോയി എന്ന് പറയുന്നത് ശബരിമലയിലെ കൊടിമരത്തിലുള്ള ഈ അഷ്ടദിക് പാലകന്മാരുടെ വിഗ്രഹമാണ് എന്നാണ് ഞാൻ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട മാധ്യമ പ്രവർത്തകരിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്.
അപ്പോൾ ഈ വിഗ്രഹങ്ങൾ ഇതുപോലെ ക്ഷേത്രത്തിന്റെ പഴയ ഭാഗങ്ങൾ പലതും അടിച്ചു മാറ്റും. ഈ പുനരുദ്ധാരണം നടക്കും, അല്ലെങ്കിൽ നവീകരണം നടക്കും. പക്ഷെ ഇത് എങ്ങനെ പുറത്തു കൊണ്ടുപോകും? ഇതിപ്പം നമ്മൾ അമ്പലത്തിൽ പലയിടത്തും പൗരാണികമായ പല വസ്തുക്കളും ഉണ്ടാകും. അത് ക്ഷേത്രങ്ങളുടെ യഥാർത്ഥത്തിൽ ഈ ശബരിമല ക്ഷേത്രത്തിൽ അത്ര വലിയ പഴയ സാധനമൊന്നുമില്ല. കാരണം 1950-കളിൽ ക്ഷേത്രം തീവച്ച് നശിപ്പിച്ചു. അന്നത്തെ വിഗ്രഹം ആരോ ഈ നശിപ്പിച്ചു. അത് വിഗ്രഹം പിളർത്തുവോ എന്തോ ചെയ്തു. അപ്പോ യഥാർത്ഥത്തിൽ ശബരിമലയിലെ യഥാർത്ഥ പൗരാണിക വസ്തുക്കൾ മുഴുവൻ നശിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോഴും ഈ പറയുന്ന ദാവൂദ് മണി അല്ലെങ്കിൽ ഡയമണ്ട് മണി എടുത്തുകൊണ്ട് പോയി വിറ്റപ്പോൾ യഥാർത്ഥത്തിൽ അത് വാങ്ങിച്ചവരെയാണ് ഈ ഡയമണ്ട് മണി തട്ടിച്ചത്. കാരണം ഇത് 1000 കണക്കിന് കൊല്ലം പഴക്കമുള്ളതാണെന്ന് പറഞ്ഞ് മണി വിൽക്കുമ്പോൾ വാങ്ങിച്ചവരത് വിശ്വസിക്കും. ഇതിപ്പോൾ കാർബൺ ഡേറ്റിങ്ങോ യുറേനിയം ഡേറ്റിങ്ങോ ഒന്നും നടത്തിയിട്ടല്ല ഈ വിഗ്രഹങ്ങളൊന്നും വാങ്ങിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന വാങ്ങലുകാരെ, അതായത് ഉപഭോക്താക്കള് അതീവ പൗരാണികമെന്ന് കരുതി വാങ്ങിച്ചത് കൂടി വന്നാൽ ഒരു 100 കൊല്ലത്തിൽ താഴെ, അതായത് ഒരു 75 കൊല്ലത്തിന് താഴെ പഴക്കമുള്ള വസ്തുക്കളായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അതായത് വാങ്ങിച്ചവർക്കാണ് ഇപ്രാവശ്യം നഷ്ടം ഉണ്ടായത്. അതവിടെ ഇരിക്കുമ്പോഴും ഞാൻ ഈ പറഞ്ഞ ഒരു വസ്തുതയിലേക്ക് നമുക്ക് വരാം. ഈ ക്ഷേത്ര പുനരുദ്ധാരണം, അതിന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ബിംബത്തിന്റെ ചൈതന്യം നഷ്ടപ്പെട്ടു എന്ന് പറയും. അപ്പോൾ അതിനാ പുനരുദ്ധാരണം. ചിലടത്ത് പുതിയ ബിംബങ്ങൾ പണിയിച്ച് അത് അതവിടെ പ്രതിഷ്ഠിക്കേണ്ടി വരും. ആവാഹനം, ഉച്ചാടനം, മാട്ട്, മാരണം, അത് അങ്ങനെ തുടങ്ങി ഒരുപാട് ക്രിയകൾ അമ്പലത്തിന്റെ പല കോണുകളിലായിട്ട് നടക്കും. ഇവിടെയൊക്കെ തന്നെ ഉള്ള പഴയ വസ്തുക്കൾ പലരോ അടിച്ചു മാറ്റും. ഇതൊന്നും ഓഡിറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. കേരളത്തിലെ ഒരു വളരെ ദുഃഖകരമായ, ഞാൻ ഇത് ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ പറഞ്ഞു, മാധ്യമ വാർത്തകൾ വന്നതും പൊതുവിടത്തിൽ അവയെ ലഭ്യമായതുമായ വിവരങ്ങൾ വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ വർഷവും കൃത്യമായ ഇത്തരം ഒരു ഓഡിറ്റിങ്ങോ ഒന്നും നടക്കുന്നില്ല. ഇതിൽ സെക്യുലർ ഭരണകൂടത്തിനും ഒരു പങ്കുണ്ട്. കാരണം ക്ഷേത്രത്തിൽ ഇന്നതൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞാൽ അത് അവിടെ തന്നെ സൂക്ഷിക്കേണ്ടി വരും, അത് സംരക്ഷിക്കേണ്ടി വരും, അതിൽ നിന്ന് അടിച്ചു മാറ്റാൻ പറ്റില്ല. അപ്പോൾ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് കാരണം സെക്യുലർ ഭരണകൂടങ്ങൾക്കും അമ്പലം വിഴിഞ്ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേപോലുള്ള താല്പര്യം ഈ ക്ഷേത്രത്തിന്റെ വസ്തുവകകൾ കൃത്യമായി ഓഡിറ്റിങ് നടത്തപ്പെടാതിരിക്കുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നത് കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ മുഴുവൻ ആസ്തികളെക്കുറിച്ചും പോയതൊക്കെ പോയി, ഇനി ചത്ത കുഞ്ഞിന്റെ ജാതകം എഴുതിയിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ ചെയ്യേണ്ടത് ഉള്ള വസ്തുവകകളെ കുറിച്ച് കൃത്യമായൊരു ധവളപത്രം സർക്കാർ പുറപ്പെടുവിക്കണം. ആ ധവളപത്രം പുറപ്പെടുവിച്ചാൽ കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ കൈവശമുള്ള ഭൂമി, കൈവശമുള്ള സ്ഥാവര ജംഗമ വസ്തുക്കൾ, അതുപോലെ ഇപ്പോൾ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന വസ്തുവകകൾ, ഇതിൻ്റെ എല്ലാം വിശദാംശങ്ങൾ വരുമ്പോൾ നാളെ ഈ ഉള്ളതെങ്കിലും അവിടെ ഇരിക്കും. അതല്ലെങ്കിൽ ഇതൊക്കെ അടിച്ചു മാറ്റപ്പെടും. അതായത് ശബരിമല സന്നിധാനം കവർ ചെയ്യുന്ന മാധ്യമപ്രവർത്തകർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ശബരിമല സന്നിധാനത്ത് എല്ലാ വർഷവും 100 കണക്കിന് പവൻ മൂല്യം വരുന്ന ആഭരണങ്ങൾ, അതുപോലെ ചെറിയ ചെറിയ വിഗ്രഹങ്ങൾ, മറ്റുള്ളവ ഇതൊക്കെ അവിടെ സമർപ്പിക്കപ്പെടും. ഇതിൻ്റെ 10-1 പോലും രേഖപ്പെടുത്തുന്നില്ലെന്നും അവിടെ ദേവസ്വക്കാരും ദേവസ്വം ഉദ്യോഗസ്ഥരും മാധ്യമപ്രവർത്തകരും അതുപോലെ അവിടെ നിൽക്കുന്ന പോലീസ് ഉൾപ്പെടെയുള്ളവർക്ക് അതിൻ്റെ ഒരു വിഹിതം കിട്ടും എന്നാണ് പലരും പറയുന്നത്. ഇതൊക്കെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിശദാംശങ്ങൾ, അഴിമതിയുടെയും കൊള്ളയുടെയും അതുപോലെ പക്ഷപാതിത്വത്തിൻ്റെയും കണക്കുകളും വിശദാംശങ്ങളും കേൾക്കുമ്പോൾ ഇത്തരം ആരോപണങ്ങൾ വെറും ഊഹാപോഹമായി തള്ളിക്കളയാൻ പറ്റുന്നില്ല. അതാണ് എനിക്ക് പറയാൻ. ഇത് കേരളത്തിൻ്റെ ഒരു കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിൻ്റെ ഒരു വല്ലാത്ത ദുര്യോഗമാണ്. ഈ വിവാദങ്ങളൊന്നും ഉണ്ടാകും. ഇനി നമുക്ക് ഈ മണിയിലേക്ക് വരാം. ഞാൻ ഈ ഹരിപ്പാട് ക്ഷേത്രത്തിലെ കമ്പവിളക്കിൻ്റെ ഒരു വസ്തുത പറഞ്ഞല്ലോ. അന്ന് ഞാൻ ആ പ്രദേശത്തുള്ളവർ പറയുന്ന അന്നും ആരോപണങ്ങൾ കേട്ടിരുന്ന ഇത് മണിക്ക് വിറ്റു എന്നാണ്. അന്ന് മണി സ്വാമി എന്നായിരുന്നു പൊതുവെ പറഞ്ഞിരുന്നത്. ആരാണ് മണിയെന്ന് ആർക്കും അറിയാൻ. ഇപ്പോഴും എനിക്ക് തോന്നുന്നു സംഭവിക്കാൻ പോകുന്നത് യഥാർത്ഥ മണിക്ക് പകരം ഒരു വ്യാജ മണിയായിരിക്കും ഇനി വരാൻ പോകുന്നത്. യഥാർത്ഥ മണി ആരും കാണാനിടയില്ല. ഈ പറയുന്നത്ര, അതായത് ജസ്റ്റിസ് കമാൽ പാഷ ഒരു ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞ് ഞാൻ കേട്ട യഥാർത്ഥ മണി എന്ന് പറഞ്ഞാൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മറ്റ് ഗോവർദ്ധൻ്റെയും ഒക്കെ ഒരു അപ്പൂപ്പനായിട്ട് വരുന്ന അത്ര സ്വാധീന ശേഷിയുള്ള ആള്, രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ അത്ര വലിയ
സ്വാധീനമുള്ള ആള്, കോടീശ്വരൻ, അയാളെ എങ്ങനെ പിടിക്കാനാണ്? ഇപ്പൊ തന്നെ നമുക്കറിയാം, ഈ ചെറിയ മീനാന്ന് നമ്മൾ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പോലും സോണിയാഗാന്ധിയുടെ ഓഫീസിൽ വരെ, ഇപ്പൊ കരുണാകരന് കിട്ടാതിരുന്ന അപ്പോയിന്റ്മെന്റ് സോണിയയുടെ ഓഫീസിൽ കിട്ടിയ ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അപ്പം ഇവരാരും ചെറിയ മീൻ. അപ്പം ഈ പോറ്റിയും ഗോവർദ്ധനും ഒക്കെ ഇത്ര സ്വാധീനം ഉണ്ടെങ്കിൽ മണിക്ക് എത്രമാത്രം സ്വാധീനം ഉണ്ടായിരിക്കണം ആലോചിച്ചു നോക്ക്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത് നമ്മൾ വിചാരിക്കുന്ന ഒരു ലെവലിൽ നിൽക്കില്ല. ഇതിന്റെ പിന്നിൽ വേറെയും ലക്ഷ്യങ്ങളുണ്ടാകാം. കാരണം ഹിന്ദുമതത്തെ പൊതുവെ ഒന്ന് തകർക്കുക, ഹിന്ദു ആരാധനാ കേന്ദ്രങ്ങളെ നശിപ്പിക്കുക, അവിടെ വിവാദങ്ങൾ സൃഷ്ടിച്ച് അങ്ങോട്ടേക്ക് ആൾക്കാർ പോകാതിരിക്കുക. അപ്പോൾ ആൾക്കാരുടെ മനസ്സിൽ വിശ്വാസത്തിൽ തന്നെ സംശയം, ഇവിടെ ഇപ്പം ഈ അമ്പലത്തിൽ ഇത്രയും വലിയ കൊള്ള നടന്നിട്ട് അവിടെ ഇരിക്കുന്ന ദൈവത്തിന് തടുക്കാൻ പറ്റിയില്ല, പിന്നെ എന്തിനാ ഞാൻ അമ്പലത്തിൽ പോകുന്നതെന്ന് ചിന്തിക്കുന്നവരുണ്ടായിക്കൂടുന്നില്ലല്ലോ. അങ്ങനെ വിശ്വാസത്തിന്റെ അടിത്തറ തന്നെ ഇളക്കി മറ്റെന്തോ ഗൂഢലക്ഷ്യം, മറ്റെന്തോ തങ്ങളുടെ വിശ്വാസം അടിച്ചേൽപ്പിക്കാനാവാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യങ്ങളാവാം, അതെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്നിരുന്നാലും ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗൂഢലക്ഷ്യങ്ങളും വ്യാജ പ്രചരണങ്ങളുമായിട്ട് ബന്ധം ഉണ്ടായെന്ന് ന്യായമായിട്ട് സംശയിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് രാഷ്ട്രീയം ഇതിൽ ഒരു ഭാഗത്ത്, കള്ളക്കടത്തും ഈ കള്ളപ്പണം വെളുപ്പിക്കലും മറ്റൊരു ഭാഗത്ത്. ഇപ്പൊ ഈ അമ്പലത്തിലുമൊക്കെ പിന്നെ അവിടുത്തെ ഒരു പുനരുദ്ധാരണത്തിന് ഇത്ര കോടി ചെലവാക്കിയെന്ന് പറഞ്ഞാൽ അത് അത്രയും കള്ളപ്പണം വെളുപ്പിച്ച് പലർക്കും എടുക്കാം. അവിടെ അങ്ങനെ ഒരു കാര്യമുണ്ട്, അഴിമതി നടത്താം. അപ്പം പല കാര്യങ്ങളാണ്. ഇപ്പൊ നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് കാര്യം എന്നാണ് പണ്ടൊരു ചൊല്ല്. വയറും നിറയും, അതേലെ പറ്റിയിരിക്കുന്ന വെളിച്ചെണ്ണ തലയിലും തേക്കാം. മത താല്പര്യക്കാരുടെയും ഒക്കെ രാഷ്ട്രീയ കുശാഗ്ര ബുദ്ധികളുടെയും ഒക്കെ ഒരു നെയ്യപ്പമാണ്. അത് തിന്നാൽ അവർക്കും 2 ലക്ഷ്യവും നടക്കും. പിന്നെ എന്തായാലും ശരി, ഈ മണി എന്ന വ്യക്തി ഒരു ദുരൂഹ കഥാപാത്രമായിട്ട് മാറിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ CBI പോലുള്ള ഒരു ഏജൻസി വന്നാൽ ഒരുപക്ഷെ CBIയും സ്വാധീനിക്കപ്പെടാതിരിക്കാൻ, CBIക്ക് എന്താ കഴിക്കുമോ എന്ന് CBI ഡയറക്ടറുപ്പിൽ ഒരു കഥാപാത്രം ചോദിക്കുന്നുണ്ട്. CBIക്കും കഴിക്കത്തൊന്നുമില്ല, കാശ് കൊടുത്താൽ പിന്നെ പണത്തിന് മീതെ പരുന്തും പറക്കില്ല. അപ്പോൾ CBIക്കാണേലും കാശ് കൊടുത്താൽ കാര്യങ്ങളൊക്കെ സാധിക്കാം. എന്തായാലും വല്ലാത്ത ഒരു പ്രതിസന്ധിയിലേക്കാണ് കേരളത്തിലെ ക്ഷേത്രങ്ങൾ നീങ്ങുന്നത്. ഈ പുനരുദ്ധാരണം ഇപ്പം ശബരിമലയിൽ തന്നെ ഇപ്പോൾ ഈ സംഭവിച്ചിരിക്കുന്ന, ഞാൻ മനസ്സിലാക്കുന്ന അവിടുത്തെ കൊടിമരം എന്തോ ഇളകിയെന്നോ ചാഞ്ഞെന്നോ ഒക്കെയുള്ള ഒരു പിന്നെ ഊഹാപോഹവും പ്രചരണവുമാണ്. എന്നിട്ട് ആ കൊടിമരം നന്നാക്കി. അതെനിക്ക് തോന്നുന്നു ഒരു 3-4 വർഷത്തിന് മുമ്പ് നടന്ന സംഭവമാണ്. ആ കൊടിമരത്തിന്റെ പുനരുദ്ധാരണത്തിന്റെ സമയത്തായിരിക്കണം സ്വാഭാവികമായിട്ടും കൊടിമരത്തിൽ സ്ഥാപിച്ചിരുന്ന ഈ അഷ്ടദിക്പാലകന്മാരുടെ വിഗ്രഹം ഇളക്കി മാറ്റിയെന്ന് നമുക്ക് സംശയിക്കാം. ഞാനൊരു ഊഹം പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. കാരണം അല്ലാത്തൊരു അവസരത്തിൽ അത് ഇളക്കാൻ ചെന്ന ആൾക്കാർ കാണുമല്ലോ. ഇതാകുമ്പോൾ ഒരു ന്യായമുണ്ട്. ഇത് ഈ പഴയ സാധനങ്ങൾ മാറ്റിയിട്ട് ഒരു പുതിയ സാധനം അവിടെ വെച്ചാൽ മതിയല്ലോ. ഇപ്പൊ ക്ഷേത്രത്തിൽ പല സിനിമകളിലും ഒക്കെ നമ്മൾ കാണും, തിരുവാഭരണം മോഷ്ടിക്കുമ്പോൾ അതേ രീതിയിലുള്ളൊരു മാല ഇപ്പോൾ ദേവന്റെ ബിംബത്തിൽ ചാർത്തിയിരിക്കുന്ന ഒരു സ്വർണ്ണ മാലയായിരിക്കാം, വലിയ സ്വർണ്ണ പതക്കങ്ങളായിരിക്കാം. ഇതൊക്കെ തന്നെ മാറ്റു കുറഞ്ഞതോ അല്ലെങ്കിൽ റോൾഡ് ഗോൾഡ്, ഫേക്ക് ഗോൾഡ് ആയിട്ടുള്ള ഇമിറ്റേഷൻ ആയിട്ടുള്ള സാധനങ്ങളോ അവിടെ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആരും തിരിച്ചറിയില്ല. കാരണം ജനത്തിന് ഏതായാലും ശ്രീകോവിലിൽ കയറി പരിശോധിക്കാൻ പറ്റില്ല, ശ്രീകോവിലിൽ കയറിയാലും പറ്റില്ല. ഇപ്പൊ ശ്രീകോവിൽ ഒരുപക്ഷെ പൂജ ചെയ്യുന്ന പൂജാരിക്ക് പോലും അതിന് സാധിക്കില്ല. കാരണം സ്വർണം കണ്ട അദ്ദേഹത്തിന് തിരിച്ചറിയാൻ പറ്റണമെന്നില്ല. ഇതെന്തായാലും സാക്ഷാൽ ഈശ്വരൻ തന്നെ ഇറങ്ങി വന്ന് തെളിയിക്കാതെ ഇതിനൊക്കെ, ഈ വിവാദങ്ങൾക്കൊക്കെ ഒരു അന്തമുണ്ടാവുമെന്ന് തോന്നുന്നില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് അപ്ഡേറ്റ്സ് വരുന്ന മുറയ്ക്ക് നമുക്ക് പ്രേക്ഷകരുടെ മുന്നിലെത്താം.